മാഘ മഹോത്സവത്തോട് അനുബന്ധിച്ചുള്ള രഥയാത്രയ്ക്ക് തമിഴ്നാട് സർക്കാർ അനുമതി നിഷേധിച്ചു. ഉദുമൽപേട്ടിന് അടുത്തുള്ള തിരുമൂർത്തി മലയിൽ നിന്ന് ആരംഭിച്ച രഥയാത്രയ്ക്കാണ് അനുമതി നിഷേധിച്ചത്. പൊള്ളാച്ചി, കോയമ്പത്തൂർ, പാലക്കാട് വഴി രഥയാത്ര തിരുനാവായിൽ എത്തുമെന്നാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി മലപ്പുറം. ഗോകുൽ കെ വേണുഗോപാൽ വിശദാംശങ്ങളുമായിട്ട് ചേരുന്നതിന് മുമ്പായിട്ട് ഇന്ന് 19-ാം തീയതിയാണ്. കഴിഞ്ഞ ദിവസത്തോട് കൂടിയിട്ട് നമ്മുടെ തിരുനാവായയിൽ, മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ ഒരു മാമാങ്കം നടന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു മഹാകുംഭമേള നടക്കാൻ പോവുകയാണ്. മഹാകുംഭമേള കേരളത്തിൽ നടക്കാനുള്ള സാധ്യതയില്ല, അത് കേരളത്തിൽ നടക്കില്ല. എന്നാലും മഹാകുംഭമേള പോലത്തെ ഒന്ന് എന്നൊരു സംഗതിയാണ് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത്. കുംഭമേള ആകെ 4 നദീതീരത്തെ നടക്കുള്ളൂ. അത് നമ്മുടെ കേരളത്തിലല്ല എന്നും നമുക്കറിയണം. അറിഞ്ഞില്ലെങ്കിൽ ഈ ഒരു ചാനലിന് താഴെ ഞാൻ അതിനെക്കുറിച്ചിട്ട് എന്താണ് കുംഭമേള എന്നും എന്താണ് മാമാങ്കമെന്നും കുംഭമേള സത്യത്തിൽ എവിടേക്കാണ് നടത്താൻ കഴിയുക എന്നും എന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. താല്പര്യമുള്ളവർ അതൊന്ന് പോയി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാലും മഹാകുംഭമേള പോലത്തെ ഒന്ന് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നു. ഇതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ പല ആളുകളും തടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രചാരണങ്ങളുണ്ടായിരുന്നു. ആ പ്രചാരണമൊന്നും അധികം വില പോകുന്നില്ല. സംഗതികളെല്ലാം തകർത്ത് തരിപ്പണാക്കാൻ നമുക്ക് കഴിഞ്ഞു. അത്തരത്തിൽ വ്യാജ പ്രചാരങ്ങളൊക്കെ മരിച്ചുപോയി, മണ്ണടിഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ പുഴയുടെ വെള്ളത്തിൽ അത്തരം വ്യാജ പ്രചാരണങ്ങളെല്ലാം ഒഴുകിപ്പോയി എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോ നടക്കുന്ന ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഭാഗമായിട്ട് അടുത്ത മാസം ഒരു 12, 6, 7 ആ ഒരു ദിവസത്തോടു കൂടിയിട്ട് ഈ ഒരു മാമാങ്കം അല്ലെങ്കിൽ മഹാമകം എന്ന് പറയുന്ന ഒരു ആഘോഷ പരിപാടി തീരും. അത് തീരുന്നതിന് മുമ്പായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു വലിയ രഥയാത്ര ഇങ്ങോട്ട് വരുന്നുണ്ട്. പണ്ടൊരു രഥയാത്രയുടെ സംഗീതമൊക്കെ നമ്മളിങ്ങനെ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് ഒരു രഥയാത്ര ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രഥയാത്ര ഇപ്പോൾ തമിഴ്നാട് സർക്കാർ തടഞ്ഞു എന്നാണ് പറയുന്നത്. അതിന്റെ കാരണങ്ങൾ അറിഞ്ഞേക്കും. ആ രഥയാത്ര പാലക്കാട് വഴി ഇങ്ങോട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നത്. ഇത് അവസാനിക്കുന്നതിന്റെ ദിവസമാകുമ്പോഴത്തേനും ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. ഇനി അത് എത്തിയിട്ടില്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും, ഇനി എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നമ്മൾക്ക് ഇനി അന്വേഷിക്കേണ്ടത്. മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ രഥയാത്ര എന്നായിരുന്നു സംഘാടകർ നേരത്തെ വിശദീകരിച്ചിരുന്നത്. 4 ദിവസം എടുത്താണ് തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്ന് തിരുനാവായിൽ ഈ രഥചക്രം ഉരുണ്ടെത്തുമെന്നും സംഘാടകർ നേരത്തെ പറഞ്ഞിരുന്നു. 2 ദിവസം തമിഴ്നാട്ടിലും 2 ദിവസം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ കൂടിയും രഥചക്രം ഉരുളുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ആ രഥയാത്രയ്ക്കാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ അനുമതി നിഷേധിച്ചിട്ടുള്ളത്. പഴനിയിലേക്കുള്ള തീർത്ഥാടകരുടെ യാത്രകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ചെറിയ രഥങ്ങളും മറ്റുമായി അവർ യാത്ര നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഈ രഥയാത്ര നടക്കുന്ന സമയത്ത് ഗതാഗതക്കുറിപ്പ് മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞാണ് അനുമതി നിഷേധിച്ചത് എന്ന് ഈ മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സംഘാടകർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അപ്പൊ അതാണ് വിഷയം. അപ്പൊ തമിഴ്നാട് സർക്കാരിന് ഈ മഹാമഘം അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ മാമാങ്കം നടക്കരുത് എന്നുള്ള ആഗ്രഹത്തിന് പുറത്തല്ല. ആൾറെഡി തമിഴ്നാട്ടിൽ എന്തൊക്കെയോ ഇത്തരത്തിൽ ചെറിയ ചെറിയ രഥോത്സവങ്ങളും രഥയാത്രകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് ഈ ആനകളൊക്കെ എഴുന്നള്ളിച്ചിട്ടുള്ള ഈ കുരുത്തക്കേട് നമ്മുടെ നാട്ടിലാണല്ലോ. പക്ഷെ അവിടെയൊക്കെ രഥമാണ്. അങ്ങനത്തെ രഥയാത്രകളൊക്കെ അവിടെ ഇങ്ങനെ കൃത്യമായി നടക്കുന്നുണ്ട്. അതേ സമയത്ത് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു രഥയാത്ര വാഹന തടസ്സങ്ങൾ ഉണ്ടാക്കുക, വിദ്യാർത്ഥികളുടെ സ്വതന്ത്രമായിട്ടുള്ള യാത്രയ്ക്കും മറ്റൊക്കെ വലിയ തടസ്സം ഉണ്ടാക്കുക, വിദ്യാഭ്യാസത്തിന് തടസ്സം ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ അവിടെ തടുത്തതെന്ന് പറയുന്നു. ഈ വിദ്യാഭ്യാസത്തിന് തടസ്സം വരിക എന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിച്ച് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്തായാലും ബാക്കി കേൾക്കാം. ഈ രഥത്തിൽ നിന്ന് മഹാമേരുവിനെ അഴിച്ചു മാറ്റിയതിനു ശേഷം കാറിൽ ഇപ്പോൾ തമിഴ്നാട് അതിർത്തിയിലേക്ക് എത്തിച്ചതിനു ശേഷം കേരളത്തിൽ പ്രവേശിച്ചതിനു ശേഷം രഥയാത്രയായി തന്നെ ഈ ചടങ്ങ് പൂർത്തിയാക്കുമെന്നാണ് സംഘാടകർ അറിയിക്കുന്നത്. ഈ രഥം ഇപ്പോഴും ഈ തിരുമൂർത്തി മലയുടെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. മഹാമേരുവിനെ അഴിച്ച് ഈ കേരളത്തിന്റെ അതിർത്തിയിലേക്ക് എത്തിച്ചതിനു ശേഷം, കേരളത്തിന്റെ അതിർത്തി കടന്നതിന് ശേഷമേ രഥം വിട്ടു നൽകൂ എന്നൊരു നിലപാട് പോലീസ് എടുത്തിട്ടുണ്ട് എന്ന് സംഘാടകർ അറിയിക്കുന്നു. 2 ദിവസം തമിഴ്നാട്ടിലും 2 ദിവസം ഈ പറഞ്ഞതുപോലെ കേരളത്തിലും എന്ന നിലയിലായിരുന്നു ഇതിന്റെ ചടങ്ങുകളൊക്കെ നടക്കേണ്ടിയിരുന്നത്. 19, 20 തീയതികളിൽ തമിഴ്നാട്, 21, 22 തീയതികളിൽ കേരളത്തിൽ, 22-ാം തീയതി രാവിലെ തിരുനാവായിൽ നിന്ന് ആരംഭിക്കുന്ന ഈ രഥയാത്ര 22-ന് വൈകിട്ട് ഈ തിരുനാവായിൽ എത്തേണ്ടതായിരുന്നു. ഭാരതപ്പുഴയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു ഈ ചടങ്ങുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ എന്നാൽ സുഹൃത്തുക്കളെ, ഇതിന് അനുമതി നിഷേധിച്ചു എന്നുള്ളത് കൊണ്ട് ഈ ഒരു സംഗതി അവിടെ നടക്കാതിരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇനി പ്രചാരണം നടക്കുന്ന രീതികൾ എങ്ങനെയെന്നൊക്കെ മുൻകൂട്ടി തന്നെ പറഞ്ഞുതരാം.
എന്തായാലും തമിഴ്നാട് സർക്കാരാണ് ഇപ്പോൾ ആ രഥയാത്ര നിർത്തിവെക്കുന്നത് പറയുന്നത്. എന്നാൽ രഥത്തിലൂടെ കൊണ്ടുവരുന്ന എന്തോ മഹാമേരു സംതിങ് ലൈക്ക് ഇനിയിപ്പോൾ അത് വാഹനം വഴി ഇവിടേക്ക് തിരികെ കൊണ്ടുവരികയും ഇവിടേക്ക് രഥം വാഹനം വഴി എത്തിച്ചിട്ട് ഇനി ഇവിടെ നമ്മുടെ കേരളത്തിലെ പാലക്കാടും നമ്മുടെ മലപ്പുറം ജില്ലയിലായിട്ട് അത് ഉരുട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും അത് നടക്കട്ടെ, അവർ ആചാരപരമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇത് നടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇതിനൊപ്പം തന്നെ ഇത് പിണറായി വിജയൻ ഇടപെട്ടിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നീ പറയുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ഇതിനൊപ്പം തന്നെ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാവണം. എന്നാൽ അതേസമയം എനിക്കിപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് മതേതര ഭാരതം എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് കിട്ടിയത്. പുഴ കയ്യേറിയത് തടഞ്ഞപ്പോൾ അതിനെ വർഗീയവൽക്കരിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചത്. എങ്കിലും ഉത്തരേന്ത്യൻ മോഡലിൽ കേരളത്തിൽ നടത്തുന്ന കുംഭമേള പൊതുജന ആരോഗ്യത്തെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട്. സംഘികൾ തടഞ്ഞാലും ശക്തമായ ഇടപെടൽ സർക്കാർ നടത്തണം. ഇല്ലെങ്കിൽ കേരളത്തിൽ വലിയ ആരോഗ്യ ദുരന്തം സംഭവിക്കും. BJPയെ വളർത്താൻ കുംഭമേള നടത്തുന്ന സംഘികളും ഇതിന്റെ ഇരകളാവുമെന്നത് തിരിച്ചറിയുക എന്നാണ് ഒരു മനുഷ്യൻ പറയുന്നത്. എന്തുകൊണ്ട് അത് പറയുന്നു എന്നുള്ളതാണ്. ഇതാ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിരവധി കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഭാരതപ്പുഴയിൽ നിന്നാണ്. ജീവിതത്തിൽ കക്കൂസ് കാണാത്ത ആയിരക്കണക്കിന് അഘോരികളെയാണ് സംഘികൾ ഭാരതപ്പുഴയുടെ തീരത്ത് എത്തിക്കുന്നത്. വലിയൊരു ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് എന്ന് കൃത്യമായിട്ടും പറയുന്നു. ഒപ്പം തന്നെ എന്തൊക്കെയാണ് നമ്മുടെ മഹാകുംഭമേളയുടെ ഭാഗമായിട്ട് അങ്ങ് ഉത്തരേന്ത്യയിൽ ഉണ്ടായത് എന്നതൊരു ചോദ്യം നമ്മുടെ AI മറ്റും ചോദിച്ചു കഴിഞ്ഞ സമയത്ത് അവിടുന്ന് കിട്ടിയൊരു ഉത്തരം കൂടിയുണ്ട്. ഇങ്ങനെയാണ്: ദ കുംഭമേള ജനറേറ്റ്സ് മാസീവ് എമൗണ്ട്സ് ഓഫ് ഹ്യൂമൻ വേസ്റ്റ് എന്ന് വെച്ചാൽ അപ്പി, പോസിങ് സിഗ്നിഫിക്കന്റ് സാനിറ്റേഷൻ ചാലഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര എഴുത്തുണ്ട്. ഇതിന്റെ ഈ ഒരു എഴുത്ത് എന്തിനു കൊണ്ടുവരുന്ന, എന്തിനാണ് ഇത് അവിടെ വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ പലരും ഉണ്ടാവാം. അവരോടാ പറയുന്നത് ഇതിന്റെ സംഘാടനത്തിന്റെ ഭാഗമായിട്ട് ഇനിയൊക്കെ അവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര പേര് വരുന്നോ അവർക്ക് മുഴുവൻ ബേസിക് നീഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം, കക്കൂസി പോവുക, മൂത്രം ഒഴിക്കുക, ഈ 2 പരിപാടിക്കുള്ള ഏർപ്പാടെങ്കിലും കുളിക്കാൻ ഒരുപക്ഷെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കാന്നൊക്കെ ഇരിക്കാം. ഈ പ്രധാനപ്പെട്ട കക്കൂസി പോവുക, മൂത്രം ഒഴിക്കുക എന്ന് പറയുന്ന ഈ 2 ബേസിക് കാര്യങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ സംഘടനകൾ ഒരുക്കി വെച്ചിട്ടില്ല എങ്കിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകൾ മൂത്രമൊഴിക്കലും അപ്പിടൽ എന്ന് പറയുന്ന പരിപാടി മുഴുവൻ ആ പുഴയോരത്ത് നടത്തും. ആ പുഴയോരത്ത് അത് നടത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുടിവെള്ളമാണ്. ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ കുടിവെള്ളമാണ് അത്. അതിന്റെ ഭാഗമായിട്ട് ഈക്കോളി ബാക്ടീരിയ ഗംഗാ നദിയിലും മറ്റൊക്കെ പടർന്നത് പോലെ നമ്മുടെ നദിയിൽ പടരുമെന്നുള്ളൊരു ആശങ്കയാണ് ഈ ഒരു പേജ് മുന്നോട്ട് വെക്കുന്നത് കേട്ടോ. ഇത് പവിത്രമായ മറ്റൊരു ഗംഗയാകുമോ ഭാരതപ്പുഴ എന്നൊക്കെ പലരും കമന്റ് അടിച്ചിട്ടുണ്ട്. പോഷക സമൃദ്ധമായ ജലം കുടിക്കാന്നൊക്കെ പല വർത്തമാനമുണ്ട്. നമ്മുടെ നാടിന് നൂറ്റാണ്ടുകൾക്ക് പുറകിലിട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നവരുടെ എന്ത് പറയാൻ, കേരളം മലിനമാകാതെ നോക്കേണ്ടത് നമ്മളാണെന്ന് പറയുന്നുണ്ട്. കക്കൂസ് അറവ് മാലിന്യങ്ങൾ തൊട്ടിലേക്കും പുഴയിലേക്കും ഒഴുക്കി വിടുന്ന ഒരു സംസ്ഥാനത്തേക്കാണ് അവർ കുളിക്കാൻ വരുന്നത് എന്നും പറയുന്നുണ്ട്. അഘോരികളെ കുറിച്ച് പഠിച്ച ശേഷം പറയൂ, എന്താ ഇവർ അപ്പിടില്ലേ അറിയില്ല. സംഘികൾ നടത്തുന്ന മാഘമഹോത്സവം കൊണ്ട് കേരളത്തിലെ ഇന്ത്യൻ സമ്പദ് സമൃദ്ധമായ ഒരു സ്റ്റേറ്റ് ഇനി അധികം സമയം വേണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് എത്രയോ മുകളിലാണ് നിലവിൽ ജീവിക്കുന്നത്. അത് ഒന്നുകൂടി മുകളിലോട്ട് പോകും. ദൈവവിശ്വാസം കൂടുതലുള്ള സംസ്ഥാനത്ത് മാഘമഹോത്സവം കൂടി വരുത്തിയാൽ ഇവിടുത്തെ എല്ലാ മതക്കാരും സന്തോഷത്തിലാണ്. അവരുടെ കച്ചവടം 100% വർദ്ധിക്കും. ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം കിട്ടും. രാഷ്ട്രീയമായ ഉന്നത സ്ഥിതി കൈവരിക്കും എന്ന് പറഞ്ഞിട്ട് വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഗംഭീര എഴുത്ത് ചെയ്തിട്ടുണ്ട്. എടാ മണ്ടൻ അഡ്മിനെ, ഇതുകൊണ്ട് തന്നെ സർക്കാരാണ് നേട്ടം. ഇത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കണം, ലാഭമേ ഉള്ളൂ, അല്ലാതെ കാള വിറ്റ് കയറെടുക്കുക എന്ന് പറയുന്ന പരിപാടിയും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് പല പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ഒരു പേജ് പറയുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതി വെക്കുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. ബൈ.